ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് റവ കൊണ്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകവും ക്രഷ് ചെയ്ത് വെച്ചിട്ട് ഒരു തണ്ട് വേപ്പിലയും. ആദ്യം തന്നെ ഒരു ഫ്രൈ പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അത് മിക്സായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കതിന് ശേഷം ഇത് മിക്സായി കഴിയുമ്പോൾ ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ ചാറ്റ് മസാലയും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിൽ റവ വേകാനുള്ള ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഒരു കപ്പിൽ അധികം റവ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു ഉപ്മാവിൻ്റെ രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ആ പാനിൽ നിന്ന് അത് വിട്ട് വരുന്നവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വേവിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിൽ ഇതിട്ട് കൊടുക്കാം. ചൂടാറി കഴിയുമ്പോൾ ഓരോന്നെടുത്ത് ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. കയ്യിൽ ഓയിൽ പുരട്ടാൻ മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റോളായിട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഏകദേശം ഞാൻ ഇവിടെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ഓയിൽ ചൂടാവുമ്പോൾ ഓരോന്നിട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അധികം നേരം ചട്ടിയിൽ കിടന്നെന്ന് പറഞ്ഞ് കരിഞ്ഞു പോകുന്നില്ല. നന്നായിട്ട് തന്നെ നല്ല ക്രിസ്പി ആവുന്നവരെ ഒരു കളർക്ക് ഷെയ്ഡൊക്കെ ഒന്ന് മാറി വരണം. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കൂട്ടി വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റവയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.